ഈ കഴിഞ്ഞ ഏപ്രിൽ 9 നടന്ന ഇലക്ഷന്റെ റിസൾട്ട് വരാനായിട്ട് പോകുന്നത് അടുത്ത മാസം മെയ് 4 ആയിരിക്കും. ഈ വരുന്ന 4 കേരളം ഇനി അടുത്ത 5 വർഷത്തേക്ക് ആരാണ് ഭരിക്കാൻ പോകുന്നത്, ഏത് പാർട്ടി ആയിരിക്കും അധികാരത്തിലേറാനായിട്ട് പോകുന്നത്, അടുത്ത മുഖ്യമന്ത്രി ആരാവും എന്നുള്ള രീതിയിലൊക്കെ കൃത്യമായിട്ട് ഈ വരുന്ന 4 നമുക്ക് അറിയാനായിട്ട് സാധിക്കും. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇലക്ഷനിൽ നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തത് അത് കൃത്യമായിട്ട് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ പറയുന്നത് പോലെ LDF, UDF, BJP അതുപോലെ ഈ പറയുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥികളും ഈ ഒരു ഇലക്ഷന്റെ ഭാഗമായിട്ട് ഒത്തിരി മത്സരിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണെങ്കിലും ഈ പറയുന്ന UDF പാർട്ടിയുടെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന VD സതീശൻ എന്ന ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ അവസാനമായിട്ട് ഈ ഒരു ഇലക്ഷനെ ബന്ധപ്പെട്ട് പറഞ്ഞ ചില ഒപ്പീനിയൻസ് അല്ലെങ്കിൽ ഇലക്ഷനെ ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഈ പറയുന്ന തൻ്റെ ഈ പറയുന്ന ചില അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ വരുന്ന വണ്ടികളിൽ വരുത്താൻ പറ്റുന്ന മോഡിഫിക്കേഷൻ ഈ പറയുന്ന വാഹനങ്ങൾ ഓടിക്കുന്ന വ്യക്തികൾക്കൊക്കെ അത് അടിപൊളിയായിട്ട് കൊണ്ടുവരാനായിട്ടുള്ള രീതിയിൽ ഈ ഒരു UDF സർക്കാർ അധികാരത്തിലേറുന്ന സമയത്ത് അതിനൊക്കെ അനുവദിക്കും. അതുപോലെ KSRTC ബസ്സുകളിൽ ഈ പറയുന്നത് പോലെ സ്ത്രീകൾക്ക് സൗജന്യമായിട്ടുള്ള യാത്ര, കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ വീതം ഓരോ മാസം ഒരു സാലറി പോലെ കൊടുക്കുന്നതായിരിക്കും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ദിര ഗ്യാരണ്ടി എന്നുള്ള രീതിയിൽ 25 ലക്ഷം രൂപ വരെ പറയുന്ന ലോണും കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ഒരു ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുന്ന വ്യക്തികൾക്ക് കിട്ടും. അതുപോലെ തന്നെ 5 ലക്ഷം രൂപ വരെ പുതിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഈ പറയുന്ന ഇൻട്രസ്റ്റ് ഇല്ലാതെ 5 ലക്ഷം രൂപ വരെ ലോൺ കൊടുക്കുമെന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഈ പറയുന്ന UDF പാർട്ടിയെ ബന്ധപ്പെട്ടുകൊണ്ട് VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ബന്ധപ്പെട്ടുകൊണ്ട് UDF പാർട്ടിക്ക് ഒത്തിരി സപ്പോർട്ടേഴ്സ് ആ ഒരു സമയത്ത് കൂടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു വോട്ടിങ്ങിന്റെ സമയത്തും UDF പാർട്ടി അധികാരത്തിലേറുന്നത് പോലെ ഒട്ടനവധി വീഡിയോസും ഒരുപാടധികം ജനങ്ങൾ ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുന്നതൊക്കെ സോഷ്യൽ മീഡിയ വഴി നമുക്ക് കാണാനും കേൾക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ LDF പാർട്ടിയുടെ അടിസ്ഥാനത്തിൽ LDFകാർക്കും ഈ ഒരു സമയത്ത് ഒത്തിരി സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പറയുന്ന പോലെ ചുരന്മനയിൽ ഇത്രയും ആളുകൾക്ക് വീട് വെച്ച് കൊടുത്തെന്നുള്ള രീതിയിലൊക്കെ ഒത്തിരി സപ്പോർട്ടുകൾ ഈ പറയുന്ന പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഇലക്ഷൻ വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന 3.0 പിണറായി സർക്കാരിനെ നമുക്ക് വീണ്ടും കാണാനായിട്ട് സാധിക്കും. ഈ പറയുന്ന പോലെ UDF പാർട്ടിയാണ് ഈ ഒരു ഇലക്ഷനിൽ ഈ പറയുന്ന ഒരുപാടധികം സീറ്റുകളൊക്കെ കിട്ടി വിജയിക്കുന്നതെങ്കിൽ ഈ പറയുന്ന VD സതീശൻ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല ഈ ഒരു കേരള സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് വരുന്നതായിരിക്കും. അതൊക്കെ ജനങ്ങളുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. BJP പാർട്ടിയെ ബന്ധപ്പെട്ടുകൊണ്ട് ബിഗ് ബോസ് മലയാളത്തിലെ 2 പ്രമുഖ താരങ്ങൾ ഈ പറയുന്ന ഇലക്ഷന് നിൽക്കുന്നുണ്ട്. ഒന്ന് റോബിൻ രാധാകൃഷ്ണൻ, മറ്റൊന്ന് ഈ പറയുന്ന അഖിൽ മാരാറാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സെലിബ്രിറ്റി താരങ്ങളെ വെച്ചുകൊണ്ട് ഒരിക്കലും BJPക്ക് ജയിക്കാനായിട്ട് സാധിക്കില്ല. ഇവർക്കൊക്കെ ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ടുള്ള കമന്റ്സ് ആണ് ഈ ഒരു സോഷ്യൽ മീഡിയയുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ഇലക്ഷൻ പ്രചാരണമൊക്കെ ഭയങ്കരമായിട്ടൊരു കോമാളിത്തരം പോലെയാണ് ഈ പറയുന്ന ജനങ്ങൾ അത് എടുക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ BJP പാർട്ടിക്ക് 1 മുതൽ 3 സീറ്റ് വരെയും കിട്ടാനായിട്ടുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. ഈ ഒരു സമയത്ത് UDF പാർട്ടിക്ക് ഏകദേശം 55 മുതൽ 80 സീറ്റുകൾ വരെയും കിട്ടുന്ന രീതിയിലാണ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എനിക്കിപ്പോൾ കാണാനായിട്ട് പറ്റുന്നത്. LDF പാർട്ടിയുടെ കേസാണെന്നുണ്ടെങ്കിൽ ഏകദേശം 35 മുതൽ 65 സീറ്റ് വരെയും കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്